നിലപാട് മയപ്പെടുത്തിയിരുന്നു തരൂർ എം പി നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. ലേഖനം സ്റ്റാർട്ടപ്പിനെ കുറിച്ച് മാത്രമാണെന്നും ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവർക്ക് മനസ്സിലാകുമെന്നും തരൂർ വിശദീകരിച്ചു. വിവരങ്ങളുമായി സലിം മാലിക് ചേർന്നു. സലിം, എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് മയപ്പെടുത്തിയത്? ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയത് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും ഈ ഇന്റർനാഷണൽ പത്രത്തിൽ എഴുതിയതിൽ അതങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമില്ല എന്നുകൂടി ഒരിക്കൽ കൂടി അടിവരയിടുന്നു തരൂർ, അല്ലേ? കാശ്മീർ തരൂർ ഒരു പുതിയ പോർമുഖം തുറക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ ആ 2 ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംസാരിച്ചത്. ശശി തരൂർ അല്പം നിലപാട് മയപ്പെടുത്തി, എന്നാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നായിരുന്നു നമുക്ക് ലഭിച്ച സൂചന. 2 ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച സൂചന മാത്രമായിരുന്നു അത്. അതിനപ്പുറത്തേക്ക് തരൂർ നേരിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ ശക്തമായ നിലപാട്, ഒരുപക്ഷെ ഇന്നലെ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ ശശി തരൂർ സംസാരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ തന്നെ ഒരു പോർമുഖം തുറക്കുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും ഒപ്പം തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ തള്ളിപ്പറഞ്ഞിട്ടും ശശി തരൂർ ആ നിലപാട് തിരുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവർക്ക് ആ ലേഖനം വായിച്ചാൽ മനസ്സിലാകുമെന്നൊരു പരിഹാസം കൂടി ശശി തരൂർ നടത്തുന്നു എന്നുള്ളതിൽ തന്നെ ആ വിഷയം കടുപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. മാത്രമല്ല, താൻ ഇതിനു മുൻപ് പല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. അതൊന്നും താനൊരു എഴുത്തുകാരൻ കൂടിയാണ്. അന്നൊന്നും ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഇനിയും 15 മാസം തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അതിനിടയിൽ ഇനിയും താൻ ലേഖനങ്ങൾ എഴുതും, ഇനിയും ചർച്ചകളുണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് കൂടി ശശി തരൂർ നൽകുന്നു. അതൊരു വലിയ സൂചന കൂടിയാണ്, അതൊരു പാർട്ടിക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളതാണ്. മാത്രമല്ല, MM ഹസൻ ഉൾപ്പെടെയുള്ളവർ നിലവിലുള്ള സ്ഥാനങ്ങൾ CWC സ്ഥാനം ഉൾപ്പെടെ ഒഴിയണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെ ഒഴിയാൻ ആവശ്യമെങ്കിൽ അത് ഒഴിയും എന്നുള്ള കടുത്ത നിലപാട്, ആ നിലപാട് കടുപ്പിക്കുന്നുണ്ട് ശശി തരൂർ. ആ നിലയിൽ തന്നെയാണ് ശശി തരൂർ പറയുന്നത്. മാത്രമല്ല, എഴുതിയ കാര്യങ്ങളിൽ 1 ഇഞ്ച് പോലും പുറകോട്ടില്ല. അതല്ല, താൻ എഴുതിയിൽ തെറ്റെന്തെങ്കിൽ തന്നെ തെറ്റ് ബോധ്യപ്പെടുത്തണം എന്നുകൂടി പറയുന്നു. തെറ്റ് ബോധ്യപ്പെടുത്തിയാൽ തിരുത്താൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ താൻ മനസ്സിലാക്കുന്നത് ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ്. ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് വായിച്ചതിന് ശേഷം അത് കണ്ട് അതിശയപ്പെട്ടിട്ടാണ് താൻ ലേഖനം എഴുതിയതെന്ന് പറയുന്നു. താൻ 16 വർഷമായി പറയുകയാണ് സംസ്ഥാനത്ത് നിക്ഷേപങ്ങൾ കൊണ്ടുവരണം, സംസ്ഥാനത്ത് വ്യവസായങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത്. അതിലൊരു ആത്മാർത്ഥമായ ഒരു അന്തരീക്ഷം കൊണ്ടുവന്നപ്പോൾ അത് പാർട്ടി നോക്കാതെ അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് തൻ്റെ രീതി, തൻ്റെ ശൈലി എന്നുകൂടി ശശി തരൂർ പറയുകയും ചെയ്യുന്നു. മാത്രമല്ല, കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് മൊത്തം എഴുതിയ ലേഖനമല്ല അത്. ബാക്കി കാര്യങ്ങളിലെല്ലാം തനിക്ക് വിമർശനമുണ്ട്. പ്രത്യേകിച്ചും തൊഴിലില്ലായ്മ ഉൾപ്പെടെ കേരളത്തിൽ അതിരൂക്ഷമാണ്. അക്കാര്യത്തിലൊക്കെ തൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ സംസ്ഥാനം വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണ് എന്ന നിലപാടിൽ ഒരു മാറ്റവുമില്ല. അത് താൻ ആ നിലയിൽ തന്നെ പറയും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മുൻപ് പല കാലങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും സംസാരിക്കാത്ത, അപ്പോഴൊന്നും തൻ്റെ ലേഖനം വായിക്കാത്ത ആളുകൾ ഇപ്പോൾ ലേഖനം വായിക്കുന്നതിൽ സന്തോഷം എന്നുകൂടി ശശി തരൂർ പറയുകയും ചെയ്യുന്നു. ഫാക്റ്റുകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് താൻ സംസാരിക്കുന്നത്. നല്ല കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കും, അത് തന്നെയാണ് തൻ്റെ രീതി. നിങ്ങൾ പ്രതിപക്ഷത്ത് വരുമ്പോൾ, അടുത്ത തവണ നിങ്ങൾ പ്രതിപക്ഷത്ത് വരികയും ഞങ്ങൾ ഭരണപക്ഷത്തിരിക്കുകയും ചെയ്യുമ്പോഴും ഈ പിന്തുണ ഉണ്ടാവണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് താൻ ലേഖനം അവസാനിപ്പിക്കുന്നത്. അതുപോലും വായിക്കാതെയാണ് ഈ നിലയിലുള്ള വിമർശനം പാർട്ടിയിൽ നിന്ന് തന്നെ തനിക്കെതിരെ ഉയരുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. മാത്രമല്ല, ഇത് പറഞ്ഞതിൽ എഴുതിയതിലൊരു തെറ്റെങ്കിലും കാണിച്ചു തരൂ എന്നുകൂടി ശശി തരൂർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ശശി തരൂർ മറ്റൊരു കാര്യം കൂടി പറയുന്നത്. അതായത്, ഈ രാഷ്ട്രീയ വിമർശനങ്ങളെക്കുറിച്ച് വലിയ നിലയിൽ വിമർശനങ്ങൾ ഉണ്ടായതിനു ശേഷം, ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം കോൺഗ്രസിൽ നിന്ന് തന്നെ കാര്യമായി ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. KPCC അധ്യക്ഷൻ വിളിച്ചിരുന്നു, ഒപ്പം തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M ലിജുവും വിളിച്ചിരുന്നു. ഇരുവരും പറഞ്ഞത് മാധ്യമങ്ങളിൽ കാണുന്നത് പോലെ നിങ്ങൾക്കെതിരെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നോട് പറഞ്ഞു എന്ന്. ഓക്കെ സലീം, എന്തായാലും നിലപാട് കടുപ്പിക്കുകയാണ് തരൂർ. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. പ്രവർത്തക സമിതി അംഗത്വം ഒഴിയണമെങ്കിൽ വേണമെങ്കിൽ ഒഴിയാം എന്ന് തന്നെ പറയുന്നു. പിന്നോട്ടില്ല എന്ന് തന്നെ തരൂർ പറയുകയാണ്. ഏതെങ്കിലും തരത്തിൽ മയപ്പെടലിൻ്റെ സൂചനയല്ല അത്. ഒരു നേർക്കുന്ന ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ തരൂർ കോൺഗ്രസുമായി പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതങ്ങനെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റായി മാറുകയാണ്.